ഹലോ നമസ്കാരമുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന് 2 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതൊരൊറ്റ യൂസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഗ്ലോ ടിപ്പിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, തക്കാളിയാണ്. ഒരു തക്കാളിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു തക്കാളി എടുത്തിട്ട് നമ്മളത് പകുതിയായിട്ട് മുറിക്കുക. കറക്റ്റ് പകുതിയായിട്ട് മുറിച്ചെടുക്കുക. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, ഒരു പകുതി എടുക്കുക. അതെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് നീര് ഇതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളിയുടെ നീര് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ നമ്മൾ ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് എവിടെയൊക്കെയാണോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് മൂക്കുമ്മലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക, മിക്കവർക്കും ഈ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. പതുക്കെ വേണം കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്യാൻ. ഒരിക്കലും ഹാർഷായിട്ടൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് വാഷ് ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഈ സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ തേൻ എടുക്കുക. നമ്മൾ ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ തേൻ എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പകുതി തക്കാളി ഇല്ലേ, അതെടുക്കുക. അതിൻ്റെ കുറച്ച് നീര് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം എടുത്തിട്ട് തന്നെ മസാജ് ചെയ്യുക കേട്ടോ. സർക്കുലർ മോഷനിൽ പതുക്കെ മസാജ് ചെയ്യുക. നമ്മളുടെ കണ്ണിന് ചുറ്റുമുള്ള ഏരിയ ഒഴികെ ബാക്കി എല്ലായിടത്തും ഫേസിലും കഴുത്തിലൊക്കെ നമ്മൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യണം. നമ്മളെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എന്നും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. അതുപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാറ്റും, കരിവാളിപ്പ് ഉണ്ടെങ്കിൽ മാറ്റും, പിമ്പിൾ മാർക്സ് മാറ്റും. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ സ്കിന്ന് ഗ്ലോ ആക്കാൻ മാത്രമല്ല ഒത്തിരി നല്ലതാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ തക്കാളിയൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇത് ചെയ്യാതിരിക്കാനോട്ടോ നല്ലത്. കാരണം നമ്മളുടെ ഇന്നത്തെ ഇതിൽ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് തക്കാളിയാണ്. ചിലർക്ക് തക്കാളിയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അലർജിയും കുരുക്കളൊക്കെ പൊന്തും.
അങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. നമ്മളുടെ ഈ തേനും തക്കാളി നീരിൻ്റെ മിക്സും തീരുന്ന വരെ നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് തീരുന്ന വരെ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒന്നും ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ വെക്കുക, ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. ഡ്രൈ ആയതിനു ശേഷം വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ തക്കാളിക്ക് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മളെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്നതിന് മുന്നേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്താ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം വെറുതെ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സ്കിന്ന് ഗ്ലോ ആവാനായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഞാൻ കാണിച്ചത്. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മാറ്റം ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല ഗ്ലോ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും അതുപോലെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്പ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.